ആൾക്കാർ ഈ ടേം ഞാൻ ഇന്നലെ ഡിപ്രസ്ഡ് ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഡിപ്രസ്ഡ് ആയിരുന്നു എന്നൊക്കെ കാഷ്വലി ഉപയോഗിക്കുന്നത് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവരുടെ മൂഡ് ഓഫ്സിനെയാണ്. മൂഡ് സ്വിങ് ചെയ്ത് തിരിച്ചു വരാൻ ഏകദേശം ഒരു 1 വീക്ക് എടുക്കും. പലരും ഈ ക്വിക്ക് ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കും. മനുഷ്യർക്ക് പ്ലഷർ വേണം, മനുഷ്യർ പ്ലഷർ സീക്ക് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾ പ്ലഷർ സീക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ചിലപ്പം വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഓവർ കോമ്പൻസേറ്റ് ചെയ്തൊക്കെ വരും. പക്ഷേ വെൻ യു ആസ്ക് ദം ദ റൈറ്റ് ക്വസ്റ്റ്യൻ they'll melt, they'll break. Alcohol is a brain depressant. എല്ലാവരും വിചാരിക്കുന്ന മൂഡ് പെപ്പപ്പ് ചെയ്യാനുള്ള സാധനമാണ് ആൽക്കഹോൾ. മൂഡല്ല പെപ്പപ്പ് ചെയ്യുന്ന. ആക്ച്വലി നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി അനുസരിച്ചിരിക്കും, നമ്മുടെ യോഗം അനുസരിച്ചിരിക്കും നമുക്ക് എന്താണ്, ഏത് ജീനാണ് ട്രിഗേർഡ് ആകാൻ പോകുന്നത്, എന്ത് കെമിക്കലാണ് ഇംബാലൻസ്ഡ് ആവാൻ പോകുന്നത്. ഹലോ എവ്രിബഡി, മെന്റൽ ഹെൽത്ത് സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് ഡിപ്രഷൻ ആൻഡ് വി ഹാവ് Xylesia with us. She is the founder of Mitra Clinic and she's a clinical psychologist by profession. അപ്പോൾ Xylesia, welcome to our show. താങ്ക് യു തന്നെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സീ എന്ന് വിളിച്ചു പോകും ബിക്കോസ് ഐ നോ ഹർ ഫോർ സം ടൈം നൗ. സീ, നമ്മൾ ഡിപ്രഷനെ കുറിച്ച് വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ടേമുമാണ്, വളരെ ഫ്ലിപ്പൻ്റ്ലി യൂസ് ചെയ്യുന്ന ടേമുമാണ്. അപ്പോൾ ഞാൻ ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനായി എന്ന് പറയുന്നത് നമ്മൾ വളരെ കാഷ്വലി യൂസ് ചെയ്യുന്ന. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. ആസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പലപ്പോഴും പേഷ്യൻസ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ ഈ വ്യക്തി ഡിപ്രസ്ഡ് ആണ് അല്ലെങ്കിൽ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആണ് എന്ന് ഒരു പോയിന്റിലേക്ക് എത്തുന്നത് എപ്പോഴാണ്? നമുക്ക് ശരിക്കും ഡിപ്രഷന് വളരെ വ്യക്തമായ ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പം ആൾക്കാർ ഈ ടേം ഞാൻ ഇന്നലെ ഡിപ്രസ്ഡ് ആയിരുന്നു, കഴിഞ്ഞ ആഴ്ച ഡിപ്രസ്ഡ് ആയിരുന്നു എന്നൊക്കെ കാഷ്വലി ഉപയോഗിക്കുന്നത് അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അവരുടെ മൂഡ് ഓഫ്സിനെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ വിചാരിച്ച മാതിരി നടക്കാതെയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ടെമ്പററി മൂഡ് ഓഫ്സിനെ പലരും ഡിപ്രഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ആക്ച്വലി ദേ ആർ ജസ്റ്റ് സാഡ് ഓർ ഗ്ലൂമി അബൌട്ട് സംതിങ്. പക്ഷെ ക്ലിനിക്കലി എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 ആഴ്ചക്കാലത്തേക്കെങ്കിലും മിനിമം തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന പേഴ്സിസ്റ്റൻറ്റ് സാഡ് മൂഡ് വേണം. അത് നമ്മുടെ ദൈനംദിന കാര്യങ്ങളുണ്ടല്ലോ, ലൈഫിലെ ഡെയിലി കാര്യങ്ങളെ ഇൻ്റർഫിയർ ചെയ്യണം, നമ്മളുടെ ഫോക്കസിനെ ബാധിക്കണം, കോൺസെൻട്രേഷൻ, ഫോക്കസ്, സ്പീഡ്, അതിനെയൊക്കെ ബാധിക്കും. പിന്നെ പ്രൈമറിലി നമ്മുടെ സ്ലീപ്പിനെ അത് എഫക്റ്റ് ചെയ്യും. ബയോളജിക്കൽ ഫങ്ഷൻ ആയിട്ടുള്ള അപ്പറ്റൈറ്റിനെയും യൂഷ്വലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്ലീപ്പിനെ എഫക്റ്റ് ചെയ്യും എന്ന് പറയുന്നത് എത്ര കാലയളവാണ് ശരിക്കും ഒരു ഡിപ്രഷനെ ക്ലാസിഫൈ? നമുക്ക് ഈ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു 2 വീക്സിലേക്കെങ്കിലും നമുക്ക് ഈ ഡിസ്റ്റർബൻസ് തുടർച്ചയായിട്ട് വേണം. അപ്പോൾ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് 3 തരത്തിലാകാം. ഒന്ന് ഉറക്കം കിട്ടാൻ താമസിക്കാം, ഒന്ന് ഇടയിൽ എഴുന്നേൽക്കാം, ഒന്ന് ഉറങ്ങും ഇടയിൽ എഴുന്നേൽക്കില്ല പക്ഷേ ഒരുപാട് നേരത്തെ ഏർലി മോർണിംഗ് അവേക്കനിങ് ഉണ്ടാകാം. അപ്പോൾ അതിന് ഏർലി ഇൻസോംനിയ, മിഡിൽ ഇൻസോംനിയ, ടെർമിനൽ ഇൻസോംനിയ എന്ന് പറയും. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച് ഡിപ്രഷൻ്റെ ടൈപ്പിലും ഒക്കെ ചേഞ്ചസ് വരാം. ഒത്തിരി നേരം ഉറങ്ങുന്നതും അതും ഡിപ്രഷനിൽ വരുമോ? അതെ. കാര്യം ഒരു നോർമൽ എന്ന് നമ്മൾ സോ കോൾഡ് നോർമൽ എന്ന് പറയുന്ന ഒരു മിഡ് പാത്തിൽ നിന്നും ആ അറ്റത്തേക്കോ ഈ അറ്റത്തേക്കോ ഉള്ള ഡീവിയേഷനെയാണ് നമ്മൾ സിംറ്റംസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു സ്ട്രക്ചേർഡ് ഇയാൾ നോർമൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു ആവറേജ് ഒരു ബ്രാക്കറ്റാണുള്ളത്, അതിനകത്താണ് നമ്മളെല്ലാവരും ഇങ്ങനെ ത്രൈവ് ചെയ്ത് പോകുന്നത്. ഇത്രയും ഓഫ് റൂട്ടാണ്. എന്നാലും ഞാൻ പലപ്പോഴും ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി, 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. അപ്പൊ അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടാണ് പലരും കാണുന്നത്. അതെങ്ങനെയാ വ്യത്യാസം കാണുക? അത് പേഴ്സണാലിറ്റിയുടെ ഭാഗവും, ചിലർ ഹൈപ്പർ തെർമിക് പേഴ്സണാലിറ്റീസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ളവരിലും ഈ ലെസ് നീഡ് ഫോർ സ്ലീപ്പ് കാണാറുണ്ട്. പക്ഷെ നാച്ചുറലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം അവർക്ക് അതിന്റെ പ്രോബ്ലംസ് വരും. ഇപ്പോൾ ഈ സ്ലീപ്പ് ഡെപ്ത് എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ മിസ് ചെയ്ത ഉറക്കം ഒരുമിച്ച് ഉറങ്ങി തീർക്കാൻ ശ്രമിക്കുന്ന മെത്തേഡൊക്കെ. പക്ഷെ അതൊന്നും തീരെ ഹെൽപ്ഫുൾ അല്ല. പക്ഷെ ഇത് സ്വാഭാവികമായിട്ടും ബാധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഒരു മെലൻകോളിക് ഡിപ്രഷൻ ആണെങ്കിൽ നമ്മുടെ മൂഡ് ഓഫ് ആയിരിക്കും, നമ്മുടെ ഉറക്കം കുറയും, വിശപ്പ് കുറയും. നേരെ മറിച്ച് അത് വേറൊരു പാറ്റേണിലാണ് പോണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിശപ്പും അപ്പോൾ ക്ഷീണവും ഉറക്കം കൂടുതലും ആയിരിക്കും. അപ്പം ഇങ്ങനെ 2 തരത്തിൽ ബൈഫർക്കേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യാം. അത് ഇറ്റ്സ് അബൌട്ട് ദ മൂഡ് ആൻഡ് ഫങ്ഷനിങ്. നമ്മുടെ തോട്ട് പ്രോസസ്സിലും സിംറ്റംസ് വരാം. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ, നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ കൊഗ്നിറ്റീവ് ട്രയാഡ് എന്ന് പറയുന്ന ഒരു 3 ടിപ്പിക്കൽ സിംറ്റംസ് ഉണ്ട്. അത് കൊഗ്നിറ്റീവ് ത്രയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഫീലിംഗ് ഹെൽപ്ലെസ്, ഹോപ്പ്ലെസ് ആൻഡ് വർത്ത്ലെസ്. നമ്മളെ കൊണ്ട് പ്രയോജനമില്ല, നമ്മളത്ര പോരാ എന്ന് തോന്നുക, പ്രതീക്ഷ ഇല്ലാതെ ആവുക, ഒരു നിസ്സഹായാവസ്ഥ ഫീൽ ചെയ്യുക. ഐ എം ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, പക്ഷെ എന്നെ കൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഹെൽപ്ലെസ്നെസ് തോന്നുക. ഇതൊക്കെയാണ് കൊഗ്നിറ്റീവ് ആയിട്ടുള്ള സിംറ്റംസ്. പിന്നെ ഇതിനോടനുബന്ധിച്ച് എല്ലാ ആൾക്കാരിൽ ഭയങ്കര ഓവർ തിങ്കിങ്ങും വറിയും ഒക്കെ വരാം. പിന്നെ ഏറ്റവും ഒരു കോർ ഫീച്ചർ വീട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എൻഹെഡോണിയ എന്ന് പറയുന്ന ഒരു സിംറ്റമാണ്. എൻഹെഡോണിയ. അപ്പോൾ ഹെഡനിക് എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഹെഡനിക്കാണ്. മനുഷ്യർക്ക് പ്ലഷർ വേണം, മനുഷ്യർ പ്ലഷർ സീക്ക് ചെയ്യുന്നവരാണ്. അപ്പം നിങ്ങൾ പ്ലഷർ സീക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇൻ ഡിപ്രഷൻ അവർ പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതായത് മുൻപ് എൻജോയ് ചെയ്തിരുന്ന, ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് പിന്നെ താല്പര്യം, നിശേഷം ഇല്ലാതെയാകുന്നു. അപ്പോൾ അതൊരു ചേഞ്ചാണ്, വെരി നോട്ടിസബിൾ ചേഞ്ച്. അപ്പോൾ സീയുടെ ക്ലയൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ സീക്ക് അതിൽ ഫിസിക്കലി ഒരു ഡിപ്രഷൻ അണ്ടർഗോ ചെയ്യുന്ന വ്യക്തിയാണെന്ന് പെട്ടെന്ന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, അത് നമുക്ക് ഫിസിക്കലി നോട്ടീസ് ചെയ്യാൻ പറ്റുമോ? ഫിസിക്കലി നോട്ടീസ് ചെയ്യാൻ പറ്റും. കാരണം അത് ഒരാൾ നമ്മുടെ റൂമിലേക്ക് കയറി വരുമ്പോൾ, ഇപ്പോൾ ക്ലിനിക്കിലൊക്കെ ഒരു ക്ലയൻറ്റ് കയറി വരുമ്പോൾ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്. ഇതിനകത്ത് അവർ ഹൗ ഗ്രൂംഡ് ദേ ആർ, ഹൗ ദേ ഹാവ് ടേക്കൺ കെയർ ഓഫ് ദെംസെൽവ്സ്, അല്ലെങ്കിൽ ഹൗ കെയർലെസ് ദേ ആർ, ഹൗ ദേ ആർ ഫൊർഗെറ്റിംഗ് തിങ്സ്, അല്ലെങ്കിൽ ചില ഡീറ്റെയിൽസ് ഒന്നും എന്താണ് അവർക്ക് ഓർമ്മയില്ലാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ലൈഫിൽ മിസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാനും കിട്ടും. അപ്പോൾ അവർ പറയുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും തമ്മിൽ മാച്ച് ഉണ്ടോയെന്നും നമ്മൾ നോക്കണം. പക്ഷെ ചില മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന് പറയുന്ന ചില കണ്ടീഷനൊക്കെ ഉണ്ട്, വളരെ ഹൈ ഫങ്ഷനിങ്, എസ്പെഷ്യലി വിമൻ. ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് തീരെ കെയർ ലഭിക്കാത്തൊരു സാഹചര്യമാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടി അവർ ചിലപ്പം വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഓവർ കോമ്പൻസേറ്റ് ചെയ്തൊക്കെ വരും. പക്ഷേ വെൻ യു ആസ്ക് ദം ദ റൈറ്റ് ക്വസ്റ്റ്യൻ, they'll melt, they'll break. For example, if you ask them who hurt you, they'll be stuck for a while. അപ്പോൾ അവർക്ക് അവരുടെ ചുറ്റും അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അതേപോലെയുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ട് അവർ റിസോഴ്സസ് ഉപയോഗിച്ച് പിടിച്ചു നിന്ന് തളർന്ന് ഡിപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ബിക്കോസ് ദേ ആർ വെരി അക്കൗണ്ടബിൾ, ദേ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അവർ അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് അതിനെ മെച്ചപ്പെടുത്തി അതിൽ കിട്ടാവുന്ന സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകാൻ നോക്കും. പക്ഷെ അവരുള്ളാലേ ഹാപ്പി അല്ല. നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കതൊരു യൂണിവേഴ്സൽ കൈൻഡ് ഓഫ് തിങ് ആണെന്ന് തോന്നും. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന എല്ലാം ഒരുപോലെയാണ്, അതിൽ കാറ്റഗറീസ് ഇല്ല. പക്ഷെ നമ്മൾ വേറെ ഡിസോർഡേഴ്സ് ആണെങ്കിൽ നമുക്കൊരു കാറ്റഗറി ഉണ്ടായിരിക്കും. പക്ഷെ ഡിപ്രഷൻ ഒരു ബ്ലാങ്കറ്റ് മോഡൽ ആണെന്ന് തോന്നും. ഡിപ്രഷനിൽ വളരെ വ്യക്തമായ കാറ്റഗറീസ് ഉണ്ട്. കാരണം ഇപ്പം അത് കാറ്റഗറീസ് നോക്കുകയാണെങ്കിൽ MDD, മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി. എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസോടുകൂടി വരുന്ന ഒരാൾ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉള്ള ഒരാളാണ്. അതുപോലെ ഇപ്പം പ്രസവശേഷം, പ്രസവത്തിനോടനുബന്ധിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദം എന്ന് പറയുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആണ്. അതും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് മേജറാണ്. മേജർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അതിൻ്റെ കാഠിന്യം കൂടുതലായിരിക്കും, അതിൻ്റെ സിംറ്റംസ് ദീർഘകാലത്തേക്ക് നിൽക്കും, അതിൽ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യമായിട്ട് വരും, അത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും മോശമാകും. അതായത് പ്രോഗ്രസീവ്ലി വേഴ്സണിങ് കോഴ്സ് ആയിരിക്കും അതിന്. അതുപോലെ പെർസിസ്റ്റൻറ്റ് ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട്. അത് ഡിസ്തൈമിയ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയാണ്. അതായത് മൈൽഡ് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ ഒരു 2 വർഷത്തേക്കെങ്കിലും ഇങ്ങനെ വളരെ ഗ്ലൂമി ആയിട്ട് ഒരു ലോ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാതെ പോവുക, അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ സൈക്ലോതൈമിയ ഉണ്ട്. ഷോർട്ടർ പീരിയഡിലേക്ക് ഡിപ്രസ്ഡ് ആകും, തിരിച്ച് നോർമൽ മൂഡിലേക്ക് വരും, വീണ്ടും ഷോർട്ടർ പീരിയഡിലേക്ക് ഡിപ്രസ്ഡ് ആകും, നോർമൽ മൂഡിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നമുക്കതിന് ക്ലാസിക് ഇൻ്റർവ്യൂയിങ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. നമ്മൾ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്ലസ് അവർ പറയും നമ്മുടെ അടുത്ത്, മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് വിൽ പ്രസൻറ്റ് വിത്ത് എനിക്ക് ടെൻഷനാന്ന് പറഞ്ഞാൽ തുടങ്ങുക. അപ്പോൾ നമ്മൾ ടെൻഷൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ലോജിക്കലി കണക്റ്റിംഗ് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല.
അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ തോട്ട് പ്രോസസ്സിലെ പ്രോബ്ലംസും ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, വർക്ക്ലെസ്നെസ് ഒക്കെ കൊണ്ടാണ് അവർക്ക് ഈ ഒരു ലോ മൂഡ് ഉള്ളതെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവുകയാണ്. ഇതിൻ്റെ ബയോളജിക്കൽ കോസ് എന്താണ്? ഇപ്പോൾ ജെനറ്റിക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, പിന്നെ ചിലതരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ഡിപ്രഷൻ ഉണ്ടാക്കും. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിപ്രസീവ് ഡിസോർഡർ ഭയങ്കരമായിട്ട് കൂടി വരികയാണ്. ആൽക്കഹോൾ ഇസ് എ ബ്രെയിൻ ഡിപ്രസൻറ്റ്. എല്ലാവരും വിചാരിക്കുന്ന മൂഡ് പെപ്പപ്പ് ചെയ്യാനുള്ള സാധനമാണ് ആൽക്കഹോൾ. മൂഡല്ല പെപ്പപ്പ് ചെയ്യുന്ന, ആക്ച്വലി ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബിലെ ഒരു എന്താ പറയുക നമ്മുടെ ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെവിടെ എപ്പോൾ പറയണം എന്നുള്ളൊരു വിവേചന ബുദ്ധി ഉണ്ടല്ലോ, ആ സെന്ററിനെ ഡിപ്രസ് ചെയ്ത് വെക്കുകയാണ് ആൽക്കഹോൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ തെറ്റായിട്ട് കിട്ടിയ ധൈര്യമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കോൺസിക്വൻസസ് മറന്നിട്ട് ബിഹേവ് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ മലയാളത്തിൽ പറഞ്ഞാൽ കെട്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഞാൻ പറഞ്ഞത് കുഴപ്പമായി എന്ന് തോന്നും. അപ്പോൾ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡ്രഗ്സും ഒക്കെ വരുമല്ലോ? എല്ലാ ഡ്രഗ്സും വരും. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആൽക്കഹോളും മറ്റ് ലഹരി വസ്തുക്കളും എല്ലാം വരും. അപ്പം ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷനും ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഡിപ്രഷന്റെ നേച്ചർ വേറെ ആയിരിക്കോ? ഇല്ല, സിമിലർ സിംറ്റംസ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഒരാൾ ഉപയോഗിക്കുന്ന ഡ്രഗ് അതിന്റെ കെമിക്കൽ കമ്പണന്റിന്റെ തീവ്രത അനുസരിച്ച് അവർക്ക് ഉണ്ടാവുന്ന സിംറ്റംസും ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ഇത് പ്രൊലോങ്ഡ് യൂസേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ? അങ്ങനെ ഒരു നിർബന്ധമില്ല. വിത്ത് സിംഗിൾ യൂസേജ് യു ക്യാൻ ഗെറ്റ് എ സൈക്കാട്രിക് ഇൽനെസ്. ഓ മൈ ഗോഡ്. ഇപ്പോൾ ഞാൻ കണ്ട ഒരു പയ്യൻ, അവന് 18 വയസ്സോ 19 വയസ്സേ ഉള്ളൂ. വെൻ ഫസ്റ്റ് യൂസേജ് ഓഫ് ഡ്രഗ് ഹീ സ്റ്റാർട്ടഡ് ഹിയറിംഗ് വോയിസസ്. ഒറ്റ തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ചെവിയിൽ ഈ മെറ്റൽ ക്രഷർ പ്ലേ ചെയ്യുന്ന പോലത്തെ ശബ്ദം കാരണം ഇവൻ ഇങ്ങനെ ചെവി പൊത്തി ആണ് ഇരിക്കുന്നത്. ചെവി പൊത്തി അത് അപ്പം തുടങ്ങിയിട്ട് 2 ദിവസം വീട്ടിൽ സഫർ ചെയ്തിരുന്ന് 3-ാമത്തെ ദിവസം വരുമ്പോഴും ഹീ ഈസ് സിറ്റിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ ഒരു ഹാലൂസിനേറ്ററി എക്സ്പീരിയൻസ് ഓൾറെഡി ബ്രെയിനിൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി അനുസരിച്ചിരിക്കും, നമ്മുടെ യോഗം അനുസരിച്ചിരിക്കും നമുക്ക് എന്താണ്, ഏത് ജീനാണ് ട്രിഗേർഡ് ആകാൻ പോകുന്നത്, എന്ത് കെമിക്കലാണ് ഇംബാലൻസ്ഡ് ആവാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു വിവേചന ബുദ്ധി ഇതിലൊക്കെ കാണിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ കൂടി വരികയാണല്ലോ, ടീനേജേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പ്രോബ്ലംസ് എല്ലാം കൂടി വരികയാണ്. അതുപോലെ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷനും ഉണ്ട്. അത് മെൻസ്ട്രൽ സൈക്കിളിനോട് കണക്റ്റഡ് ആയിട്ട് യൂഷ്വലി അതിന് തൊട്ടു മുമ്പായിട്ട് വരുന്ന ഒരു എക്സസീവ് സാഡ്നെസ്സും ആങ്കറും ആ സമയത്ത് ഒരു ഭയങ്കര ഹൈലി ഇറിറ്റബിൾ ബിഹേവിയർ ഒക്കെ ആയിരിക്കും പെൺകുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ കാണുന്നത്. പിന്നെ ഈ മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ട് സംബന്ധിച്ച് വരുന്ന ഡിപ്രഷൻസ് ഉണ്ടോ? ഉണ്ട്. അത് പക്ഷെ വളരെ ടെമ്പററി ആണ്. എന്താ വെച്ചാൽ 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഒന്ന്, ഇപ്പോൾ പലരും മൂഡ് സ്വിങ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഐ ഹാവ് മൂഡ് സ്വിങ്സ്. യെസ്, ഇറ്റ്സ് വെരി കോമൺ. ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്വിക്കായിട്ട് ഒരു ഊഞ്ഞാല് പോലെ ടക്കെന്ന് അങ്ങ് പോയി ഇങ്ങ് വരുന്ന ഒരു സാധനം അല്ല. ഒരു മൂഡ് സ്വിങ് ചെയ്ത് തിരിച്ചു വരാൻ ഏകദേശം ഒരു 1 വീക്ക് എടുക്കും. പലരും ഈ ക്വിക്ക് ചേഞ്ചിനെയാണ് മൂഡ് സ്വിങ് ആയിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് ഒരാഴ്ച വളരെ ലോ ഡിപ്രസ്ഡ്, ഒന്നും ചെയ്യണ്ട, കുളിക്കണ്ട, എടുക്കണ്ട, നനയ്ക്കണ്ട, ജോലിക്ക് പോകണ്ട, സന്തോഷമില്ല, ഒന്നും ചെയ്യണ്ട, ഭക്ഷണം കഴിക്കണ്ട, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇത് ചേഞ്ച് ഓവർ ചെയ്ത് മറ്റേ സൈഡിലേക്ക് പോകുന്നു. മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹാപ്പിനെസ്സിൻ്റെ സൈഡിലായിരിക്കില്ല, ചിലപ്പോൾ നോർമൽ റെഗുലർ മൂഡിൻ്റെ സൈഡിലേക്കായിരിക്കും പോകുന്നത്. ഇതാണ് മൂഡ് സ്വിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ ഒരു ടൈം പീരിയഡ് ആൻഡ് എ കർവ്. ഓക്കെ. സ്വിങ് എന്നുള്ള വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഡേ ടു ഡേ ബേസിസിൽ വേരിയേഷൻസ് അല്ല. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഒരാള് ഭയങ്കര പെപ്ഡപ്പായി എവിടെയോ പോകാനുള്ള എക്സൈറ്റ്മെന്റിൽ ഡ്രസ്സപ്പ് ചെയ്ത് കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു, അത് ഫേവറബിൾ അല്ല, അല്ലെങ്കിൽ ഒരു കോള് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ട് വന്നു, അപ്പോൾ അങ്ങ് ക്വിക്കായിട്ട് മൂഡ് ഓഫ് ആയിട്ട് ആ ഡ്രസ്സപ്പ് ചെയ്തെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ് പോകണ്ടെന്ന് തീരുമാനിക്കുന്നു, കരച്ചിലേക്ക് നീങ്ങുന്നു. ഇത് മൂഡ് സ്വിങ് അല്ല, ഇത് ഇമോഷണൽ ലെബൈലിറ്റിയാണ്, വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. എസ്പെഷ്യലി ബോർഡർ ലൈൻ, ഇമോഷണലി അൺസ്റ്റേബിൾ, ഹിസ്ട്രിയോണിക് ആയിട്ടുള്ള ആൾക്കാരിലാണ് വോളറ്റൈലിറ്റി, ഇൻസ്റ്റെബിലിറ്റി. ഇറ്റ്സ് കോൾഡ് ലെബൈൽ. അത് വളരെ ക്വിക്കാണ്. ഓക്കെ. പറഞ്ഞ നേരം കൊണ്ട്
കാര്യം മാറും. അപ്പൊ അങ്ങനെ പോവാന്ന് വിചാരിച്ചൊരു കാര്യം അവർ സഡൻലി എന്നാ ഞാൻ പോണില്ല എന്ന് തീരുമാനിക്കുന്നു. ഉം. അപ്പൊ വേറെ ആളോട് എക്സ്പ്ലനേഷൻ പറയാനായിട്ട് അവർക്ക് ഒന്നും ഉണ്ടാവില്ല. ഉം. എനിക്ക് പോകണ്ടെന്ന് തോന്നി, പോണില്ല, അത്ര തന്നെ. പക്ഷെ ഇത് അവരുടെ നിയന്ത്രണത്തിലല്ല കേട്ടോ. സി ഓൾ ദീസ് തിങ്സ് ആർ ട്രീറ്റബിൾ ബ്യൂട്ടിഫുള്ളി. അത് that brings us to the fact that when all these things are treatable, why is it so stigmatized? ഈ പേഷ്യൻസിനെ കാണുമ്പോഴും ക്ലയൻസ് വരുമ്പോഴും സിക്ക് കിട്ടുന്ന സെൻസ് എന്താണ്? ഇവര് തുടക്കത്തിലേ വരുന്നുണ്ടോ, അതോ കുറേ സിറ്റുവേഷൻ മോശമായിട്ടാണോ വരുന്നത്? ഫാമിലി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ഡിപ്പെൻസ് ഓൺ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ. പുതിയ ജനറേഷനിലെ കുട്ടികളുണ്ടല്ലോ, അവർ വളരെ അവെയറാണ് ഇതിനെയൊക്കെ പറ്റിയിട്ട്. അവർക്ക് അങ്ങനെ സ്റ്റിഗ്മയൊന്നുമില്ല. അവരെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ ഇപ്പം അവർ ഇപ്പം നമ്മളെ കാണാൻ വരുന്ന എല്ലാവർക്കും ഡയഗ്നോസിസ് ഒന്നുമില്ല. ഇപ്പം ഞാൻ എത്രയോ ആൾക്കാർക്ക് നീൽ സൈക്കാട്രിക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട് വേണ്ട ലൈഫ് സ്കിൽ ട്രെയിനിങ് മാത്രം കൊടുക്കുന്നു. എല്ലാവർക്കും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്ക് ഐ എം നോട്ട് ഇൻ എ ട്രബിൾഡ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ വരാനുള്ള അവരുടെ ഒരു എഫേർട്ട് ഹൈലി അപ്രീഷിയബിൾ ആണ്. അത് മോസ്റ്റ്ലി യങ് ജനറേഷൻ ആണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 30s-നും 40s-നും ഇടയ്ക്കുള്ള വർക്കിംഗ് ക്ലാസ്സിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിലും സാധാരണ ജനങ്ങൾ ഇപ്പോൾ റേഡിയോയിലും ഒക്കെ പലതരത്തിലുള്ള വിവരങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്ത് അംഗനവാടി വർക്കേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സൊസൈറ്റിയിൽ ഇത്തരം ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ശ്രദ്ധക്കുറവോ വിരുവിരിപ്പോ പഠന പ്രശ്നങ്ങളോ ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വൈഫിന് എല്ലാ മാസവും ഇങ്ങനെ ഒരു മൂഡ് പ്രോബ്ലം വരുന്നത് ചിലപ്പം പ്രീമെൻസ്ട്രൽ സ്ട്രെസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരും ഉണ്ട്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദീസ് കണ്ടീഷൻസ് എക്സിസ്റ്റ് ആൻഡ് ദർ ഇസ് ഹെൽപ്പ് അവൈലബിൾ. ഈ ധാരണ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം സം പീപ്പിൾ തിങ്ക് സ്വന്തം പ്രശ്നം സ്വന്തമായിട്ട് തന്നെ തീർക്കണം, വേറൊരാൾക്ക് തീർക്കാൻ പറ്റില്ല എന്നുള്ള അതിഭീകരമായൊരു മിഥ്യാധാരണ കുറേ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അങ്ങനത്തെ ഒരു തിങ്കിങ് ആണ് അവരെ ഹെൽപ്പ് കിട്ടുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. നമുക്കെല്ലാം തനിയെ ചെയ്യാൻ പറ്റും ഇല്ല. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആളെ ആശ്രയിക്കണം. അപ്പം നമുക്ക് വീട് പണിയണമെങ്കിൽ നമ്മൾ വീട് പണിയുന്ന ആളെ ആശ്രയിക്കണം, അല്ലേ? ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി കുറച്ചും കൂടെ വരാനുണ്ട്. പക്ഷെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇറ്റ്സ് ബീൻ മോർ ദാൻ 20 years, ഓൾമോസ്റ്റ് 22 years that I've been into this. അപ്പോൾ ഓവർ എ പീരിയഡ് അതിഭീകര ചേഞ്ചാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി, കോവിഡിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. കാര്യം ആൾക്കാരിനെ പറ്റി വായിച്ചു, കൂടുതൽ വീഡിയോസ് കണ്ടു, ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കി, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. നമ്മൾ പലപ്പോഴും കുട്ടികളെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പം കുട്ടികളിൽ കാണുന്ന ഡിപ്രഷൻ, അതുപോലെ സ്ത്രീകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്രഷൻ എന്താണ്, ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ അംഗവിക്ഷേപങ്ങൾ, മീൻസ് ജെസ്റ്റേഴ്സ് എന്നോ ചേഷ്ടകളിൽ നിന്നോ അവർ ഇവർക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്ലോട്ട് ചെയ്യുകയാണെന്നൊക്കെ തോന്നുക. അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഞാനറിയാതെ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വരാം. നിങ്ങളിങ്ങനെ സദാ ബിസി ആയിട്ടിരിക്കുമ്പോൾ യു ആർ ഗെറ്റിംഗ് എക്സോസ്റ്റഡ്. എന്നിട്ട് വെൻ യു കം ബാക്ക് ടു സ്ലീപ്പ്, ദാറ്റ് ഇസ് വെൻ യു ആർ അലോൺ. ഓൾ ദീസ് തോട്ട്സ് വിൽ കം ബാക്ക് ടു യു ആൻഡ് ഇൻ്റർഫിയേഴ്സ് വിത്ത് യുവർ സ്ലീപ്പ്. ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, അതായത് ഇഫ് യു ഡോണ്ട് ഹാവ് ക്ലോഷർ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ പെയിൻഫുൾ.